ഈ 2024 കണ്ട ഏറ്റവും മികച്ച ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ത്രില്ലറായിരുന്നു, കാണാൻ രസമുണ്ടായിരുന്നു. ഏറ്റവും ഭയങ്കര എൻഗേജിങ് ആണ്. ആദ്യം മുതൽ അവസാനം വരെ ഗ്രിപ്പിംഗ് ആണ്. വെറൈറ്റി ക്രൈം ത്രില്ലർ. പടം നന്നായിരുന്നു, കൊള്ളാം. എല്ലാം മൊത്തത്തിൽ വലുതായിട്ട് അതിനെപ്പറ്റി പറയാറില്ലെങ്കിൽ കണ്ടിരിക്കാം, ഫുൾ എൻഗേജിങ് ആയിട്ട്. യെസ്, പടം നല്ല പടമാണ്. ഒരു വെറൈറ്റി ക്രൈം ത്രില്ലർ. നസ്രിയ നല്ല നല്ല മാസ് ഒരു റോള് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിക്ക് ഒരു വെറൈറ്റിയാണ് പടം. ഈ 2024 കണ്ട ഏറ്റവും മികച്ച ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ഫിലിം, ഒരു രക്ഷയില്ലാത്ത സിനിമ. 2024 അവസാനത്തെ സൂപ്പർ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ല കഥയും തിരക്കഥയും, ഒന്നും പറയാമല്ലോ, ഒരു നെഗറ്റീവ് പറയാം. നമ്മൾ ഈ സീറ്റിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റുന്നത്. എടുത്തു പറയാൻ തന്നെ ഒരു എന്തു പറയാം, ഒരു വല്ലാത്തൊരു ത്രില്ലറാണ്. അത്രയ്ക്ക് മികച്ച ഒരു സിനിമയാണ്. ഒരു നെഗറ്റീവ് പറയാനില്ല. സ്റ്റാർട്ടിങ് ടു എൻഡ് നമുക്ക് എന്താ പറയുക, അവിടെ നിന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ലൊരു മൂവി. കൊള്ളായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു. ആക്ടിങ് എല്ലാം കൊള്ളായിരുന്നു. അവസാനം വരെ എന്താണെന്ന് നോക്കിയിരിക്കാനുള്ള ഒരു സിനിമയായിരുന്നു. അതിൻ്റെ BGM ആയാലും ആക്ടിങ് ആയാലും എല്ലാം ഒരു ത്രില്ലറായിരുന്നു. കാണാൻ രസമുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് കൊള്ളാം. ഒരു ഡീസൻറ്റ് ത്രില്ലറാണ്, കൊള്ളാം. പിന്നെ നസ്രിയയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു, എന്നാലും കൊള്ളാം, നല്ല സിനിമ. പടം സൂപ്പറാണ് ബ്രോ. ഓരോ സമയത്ത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ട്. നസ്രിയയുടെ ഒരു കിടിലൻ മൂവി എന്ന് പറയാം. ഒന്നും പറയാൻ പറ്റാത്ത രീതിയാണ്. കാരണം വെച്ചാൽ അത്രയ്ക്ക് ത്രില്ലിംഗ് ആയതുകൊണ്ട് തന്നെ ഒന്നും എടുത്ത് പറയാൻ പറ്റില്ല. അത്രയും പൊളിയാണ്. സ്ക്രിപ്റ്റും ഭയങ്കര എൻഗേജിങ് ആണ്. ആദ്യം മുതൽ അവസാനം വരെ ഗ്രിപ്പിംഗ് ആണ്. നമുക്ക് BGM ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് എല്ലാം പക്കയായിട്ട് ഗ്രിപ്പിംഗ് ആയിട്ട് പോകുന്നുണ്ട്. സിനിമ എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സിനിമയുടെ ഒരു ജോണർ ഏകദേശം എങ്ങനെയായിരിക്കും എന്ന് അറിയാം. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത് അത് കോമഡി ട്രാക്കിലേക്ക് പോകുമോ എന്നുള്ളതാണ്. കാരണം അവരുടെ ഇൻ്റർവ്യൂവിലുള്ള പ്രൊമോഷണൽ ഇൻ്റർവ്യൂസിലൊക്കെ അവരുടെ ഒരു ചില്ലിങ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം കണ്ടപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ കോമഡി ട്രാക്കിലേക്ക് ആയിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ സിനിമ തുടങ്ങി ഒരു 15-20 മിനിറ്റ് വരെ നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളിലൂടെ ഇങ്ങനെ ചെറുതായിട്ട്, പിന്നെ ഒരു കഥയുടെ കഥയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്രാഫ് പിടിച്ച് അവസാനം വരെ പോയിരിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം പോലും ലാഗ് അടുപ്പിച്ച് അങ്ങനെ നിർത്തുന്നില്ല സിനിമ. അപ്പോൾ നമുക്ക് തന്നെ തോന്നും അടുത്ത് എന്താവും ഇതെങ്ങനെ കഥയുടെ പോക്ക് പോകുന്നത്. ഏകദേശം ഒരു സെക്കൻഡ് ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഫുൾ ഇങ്ങനെ ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിൽ ഒരു ചെറിയൊരു എലമെൻറ്റിൽ നമുക്കൊരു ഐഡിയ കിട്ടും, ഇത് ഇങ്ങനെ ആയിരിക്കും ഏകദേശം. എന്നിരുന്നാൽ പോലും അതൊരു ഒരു ലെയർ ഇങ്ങനെ ഒന്നൊന്നായി ഇങ്ങനെ അഴിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ അത് മികച്ചും സിനിമയിലെ എല്ലാവരും നല്ലൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. തിരക്കഥ തന്നെയാണ് ഈ ഒരു സിനിമയുടെ നല്ലൊരു മികച്ചൊരു അതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന സിനിമയുടെ. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പം അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറുന്നില്ല. കാരണം ഇപ്പോഴും ആ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു നമ്മളെ വാർത്തകളൊക്കെ കാണാറുണ്ട്. അപ്പം അങ്ങനെ എല്ലാം വെച്ചിട്ട് തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ 100% തന്നെ സാറ്റിസ്ഫൈ ചെയ്തൊരു സിനിമ തന്നെയാണിത്. നല്ല മൂവിയാണ്, കൊള്ളാം. നല്ല മൂവി, അടിപൊളിയായിരുന്നു. മസ്റ്റ് വാച്ച്. നല്ല ത്രില്ലർ മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് കഴിയുന്ന ലാസ്റ്റ് വരെ നമുക്ക് എന്താണ് സംഭവം എന്നുള്ളൊരു ഇതുണ്ടായിക്കൊണ്ടിരിക്കും. ഫൈനലിൽ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടാണ്. നല്ല മൂവിയാണ്, അടിപൊളി.